ഗുരുവായൂരമ്പല നടയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുപതി എന്ന ചിത്രത്തിന്റെ ടോട്ടൽ 10 ദിവസത്തെ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത മൂവിയാണല്ലോ ഗുരുവായൂരമ്പല നടയിൽ. ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച് മുന്നേറുന്ന സമയത്ത് ഇതാ ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജൂൺ 27-ാം തീയതി നമുക്ക് ഈ ഒരു ചിത്രം വീട്ടിലിരുന്ന് കണ്ടു തുടങ്ങാം. എങ്ങനെ ഒരു കല്യാണം കലക്കാം എന്നത് നമുക്ക് വീട്ടിലിരുന്ന് കണ്ട് തന്നെ അറിയാം. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 90 കോടിയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണല്ലോ. ഇനി ചിത്രത്തിന്റെ 100 CR അടിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയായിരുന്നു ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയാനുള്ളത് ചിത്രത്തിന് ഒരിക്കലും 100 CR അടിക്കാൻ സാധിക്കില്ല. ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷൻ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു. വിജയ് സേതുപതി നായകനായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മികച്ചൊരു സിനിമ തന്നെയാണല്ലോ മഹാരാജ. ചിത്രത്തിന്റെ കളക്ഷനിലും ഇപ്പോൾ ഇത് വലിയ വർധനവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 10ാം ദിവസം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ രാജയായത് മഹാരാജ എന്ന ചിത്രം തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ മാത്രം 1 കോടിക്കടുത്താണ് ചിത്രത്തിന്റെ കളക്ഷൻ. 10 ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ച കളക്ഷനിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ രേഖപ്പെടുത്തിയ ദിവസവും ഇന്നലെ തന്നെയാണ്. 6 കോടിക്ക് അടുത്തേക്ക് എത്തി നിൽക്കുന്നു ചിത്രത്തിന്റെ 10 ദിവസത്തെ കേരള കളക്ഷൻ. അതോടൊപ്പം തന്നെ 10 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടിയും കടന്ന് മുന്നേറുന്നു. സിനിമ ഈ ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ എന്തായാലും ചിത്രത്തിന് 100 CR എന്ന കടമ്പ കടക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അടുത്ത ആഴ്ച കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് ചിത്രം റിലീസ് ആവുന്നുണ്ട്. മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രത്തിന്റെ 100 CR മോഹം തല്ലിക്കെടുത്തുമോ എന്നുള്ളതും ആരാധകർ സൂക്ഷ്മതയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം വിജയ് സേതുപതിയുടെ സോളോ വരവിലൂടെ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് നാളത്തേക്ക് താരം വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ വില്ലൻ പ്രോജക്റ്റും വന്നെങ്കിൽ മാത്രമേ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുകയുള്ളൂ. മഹാരാജയ്ക്ക് 100 CR തൊടാൻ സാധിക്കുമോ? ജസ്റ്റ് കമന്റ്.